വീണ്ടും വാർത്തകളിലേക്ക്. മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ നിയമിച്ചതിൽ ലീഗ് പോഷക സംഘടനകളിൽ പ്രതിഷേധം പുകയുന്നു. പാർട്ടി നൽകിയ ലിസ്റ്റ് അട്ടിമറിച്ചാണ് നിയമനമെന്ന് യൂത്ത് ലീഗും MSFും ആരോപിച്ചു. കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി പാർട്ടി നേതൃത്വത്തെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. പരസ്യ വിമർശനങ്ങളുമായി യൂത്ത് ലീഗ് മുതുവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് NC ഷെരീഫും രംഗത്തെത്തി. വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം KK അഷ്റഫിനെയാണ് മന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത്. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, കഴിഞ്ഞ ദിവസം ചില സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഉൾപ്പെടുത്തി തന്നെ കുറെ ആളുകൾ ഇത്തരത്തിൽ ലീഗ് പോഷക സംഘടനകളുള്ളവരും അതോടൊപ്പം ലീഗിനൊപ്പമുള്ള ആളുകളൊക്കെ അഷ്റഫിനെ വിമർശിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയം അത് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകൾ വളരെ ഗൗരവമായി കാണുകയാണ്. പാർട്ടി നേതൃത്വത്തെ നേരിട്ട് തന്നെ പ്രതിഷേധം അറിയിക്കുകയാണ്. രുചിഷ, നമുക്കറിയാം മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് മുതൽ MSFും ഈ ലീഗിലെ മന്ത്രിമാരിലെ പേഴ്സണൽ സ്റ്റാഫിലെ നിയമനത്തെ ചൊല്ലി നേരത്തെ തന്നെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് യൂത്ത് ലീഗിലെയും MSFിലെയും ആരെയും അതിനകത്ത് കാര്യമായി പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ യൂത്ത് ലീഗ് MSFും കൊടുത്ത പട്ടികയിൽ നിന്ന് ആരെയും കാര്യമായി അതിന് എടുക്കുന്നില്ല എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ കമ്മിറ്റികളിൽ അത് പ്രമേയം വരെ അവതരിപ്പിക്കുന്ന കാഴ്ച നാം കണ്ടതാണ്. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. അത് ഈ മുതുവല്ലൂർ പഞ്ചായത്തിന്റെ യൂത്ത് ലീഗ് പ്രസിഡന്റാണ് ഈ NC ഷെരീഫ് ഫേസ്ബുക്കിൽ തന്നെ വിശദമായി തന്നെ ഒരു കുറിപ്പ്, അതൊരു അല്പം വൈകാരികമായി തന്നെ എന്ന് പറയാം, അങ്ങനെ ഒരു കുറിപ്പ് തന്നെയാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. അത് ഈ സമരകാലത്ത് സമരത്തിന് വേണ്ടി എന്തായാലും നേതാക്കന്മാരെ പ്രവർത്തകരെ വേണം, അതിനുശേഷം അവരെ ആരും പരിഗണിക്കുന്നില്ല എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത്. അധികാരം ആരുടെയും സ്വകാര്യ സ്വത്തല്ല, അത് പ്രവർത്തകരുടെ സമരചരിത്രത്തിന്റെ കൂടി ഫലമാണ്. സമരകാലത്ത് പ്രവർത്തകരെ വേണം. അധികാരകാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സ്റ്റാഫിൽ നിയമനം നൽകാൻ കൊണ്ടോട്ടിൽ നിന്ന് ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ വേണം തുടങ്ങി വിശദമായി തന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ അവസാനം കൃത്യമായി എഴുതുന്നു: പ്രിയപ്പെട്ട നേതാക്കളെ, ഭരണം വന്നിട്ടും സമരക്കേസിൽ പ്രതിയാക്കാൻ പ്രവർത്തകരുടെ പേര് തേടി കൊണ്ടോട്ടി പോലീസ് ഇന്നും വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ കൂടെ കൂട്ടുന്നത് എന്ന് തുടങ്ങി അത്തരം ഒരു വിശദമായ ഒരു കുറിപ്പുണ്ട്. അതിൽ പരസ്യമായ വിമർശനമുണ്ട്, വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. അങ്ങനെ യൂത്ത് ലീഗും MSFും നേരത്തെ മുതൽ തന്നെ ഉന്നയിച്ചു വന്നിരുന്ന അത്തരം വിമർശനങ്ങളെല്ലാം ശരിവയ്ക്കും വിധത്തിൽ ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ കൂടി സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത് അത് കൂടുതൽ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. രുചിഷ. ശരി ശാന്തകുമാർ.